ഷാജഹാൻ, ഒരു ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാ തുറക്കുകയാണ്. അതായത് ഈ അൻവർ ആരോപണം ഉന്നയിച്ചതിന് ശേഷം, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം വാ തുറക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതായത് ഈ ADGP സംസ്ഥാന പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളന വേദിയിലാണ് പറഞ്ഞത് അദ്ദേഹം കൃത്യമായിട്ട് നടപടിയെടുക്കുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഒന്നുമില്ല, മാറ്റണ്ട എന്നൊരു തീരുമാനം എടുത്തു. അതിനുശേഷം ഇതാ നാളെയാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ ഇരിക്കുന്നത്. അനിൽ, ഇതിൽ സിമൻ സുരേഷ് ബാബു പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് ഞാൻ തെളിയിച്ചു. ഏതാ? ഒന്ന്, നീതിന്യായ വ്യവസ്ഥ ഇതിൽ ഇടപെടും എന്ന് പറയുന്നു. അത് പരമാബദ്ധമാണ്. കാരണം ADGP അജിത് കുമാറിനെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നോ അയാളെ സസ്പെൻഡ് ചെയ്യണമെന്നോ ഒന്നുമുള്ള ആവശ്യം ഇവിടെയില്ല. ഇവിടെ ആകെപ്പാടെ ഉള്ളത് എന്താണ്? അയാളെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്തു നിന്നും മാറ്റണം. ഇത് മാത്രമേ ഇവിടെ ആവശ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടു. അല്ല ഷാജഹാൻ, നേരത്തെ അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ജനറൽ ആയിരിക്കുമ്പോൾ ആ സരിത്തിനെ പിടിച്ച സമയത്ത് ഉടൻ അവിടെ നിന്ന് മാറ്റിയല്ലോ. ഒരാഴ്ച എന്നിട്ട് അദ്ദേഹത്തിന് പദവി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാണ് സ്വർണ്ണത്താലത്തിൽ അദ്ദേഹത്തെ ADGP ലോ ആൻഡ് ഓർഡർ ആക്കിയത്. അപ്പോൾ ശ്രീമാൻ സുരേഷ് ബാബു മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിയമവ്യവസ്ഥ ഇടപെടും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുള്ളൂ. അതിനുള്ള മറുപടിയാണ് അനിൽ നമ്പ്യാർ പറഞ്ഞത്. ഈ ആളെ തന്നെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് സർക്കാരും മാറ്റിയിട്ടുള്ളതാണ്. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അതിന് പകരം ഇയാളെ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നോ ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നോ ഒന്നും ഇവിടെ ആവശ്യമില്ല. അവകാശവാദം ആരും ഉന്നയിച്ചിട്ടില്ല. ആകെപ്പാടെ ഉന്നയിച്ചിട്ടുള്ള എന്താണ്? ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാണ്. അങ്ങനെ മാറ്റിയാൽ ഒരു കോടതിക്കും അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. കാരണം അത് പോളിസി മാറ്ററാണ്, പോളിസി മാറ്റർ. പിന്നെ ഇതിനകത്തൊക്കെ ചില ധാർമ്മികതയുടെ വശങ്ങളുണ്ട്. ഇതിനകത്ത് എന്താണ് ധാർമ്മികതയുടെ വശം? 14 ആരോപണങ്ങളാണ് ശ്രീമാൻ PV അൻവർ എഴുതി ഒപ്പിട്ട് കഴിഞ്ഞ 2-ാം തീയതി മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. ആ കൊടുത്തതിന്മേൽ 5 ആരോപണങ്ങൾ വെച്ചിട്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചിട്ട് അന്വേഷിക്കണമെന്നും പറഞ്ഞ് മുഖ്യമന്ത്രി ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉത്തരവിട്ട് കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഈ ADGP അവിടെ ഇരിക്കുന്നതിൽ എന്ത് ധാർമ്മികതയാണുള്ളത് എന്നാണ് സംസ്ഥാന സർക്കാരിനോടുള്ള ചോദ്യം. ധാർമ്മികത. പിന്നെ ഇന്നലെ പ്രകാശ് ബാബു പത്രക്കാരോട് പറഞ്ഞു, ഞാൻ ആ പ്രതികരണമല്ല പറയുന്നത്, പ്രകാശ് ബാബുവിൻ്റെ ലേഖനത്തെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം സംശയങ്ങൾക്ക് അതീതം എന്നും പറഞ്ഞൊരു ലേഖനം അങ്ങനെ എഴുതിയിരുന്നു ജനകത്തിൽ. അതിൻ്റെ കൺക്ലൂഡിങ് പാരഗ്രാഫ് ശ്രീമൻ സുരേഷ് ബാബു ഒന്ന് വായിക്കണം. ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, എന്നാലും ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ശ്രീമൻ സുരേഷ് ബാബു പറഞ്ഞ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അയാൾ മറുപടി നൽകിയിട്ടുണ്ട്. എന്താണ് മറുപടി എന്ന് കേട്ടോണം. ഇന്ത്യയിലെ ഭൂരിപക്ഷ തീവ്ര വർഗീയതയെ താലോലിക്കുകയും ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം, ഫെഡറലിസം, ന്യൂനപക്ഷ സംരക്ഷണം തുടങ്ങിയ മൂല്യങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സംഘടനയുടെ ഭാരവാഹിയുമായി രഹസ്യ ചർച്ച നടത്തുന്ന പോലീസ് മേധാവി ഇടതുപക്ഷ രാഷ്ട്രീയ ധാരണകൾക്കും ഭരണ സംവിധാനത്തിനും കളങ്കമാണ്. കളങ്കം. ഇത് പറയുന്നത് 16 MLA-മാരും 4 മന്ത്രിമാരും ഉള്ള ഒരു പാർട്ടിയുടെ ദേശീയ നേതാവാണ്. ഒന്ന്, ഈ സന്ദർഭങ്ങളെ രാഷ്ട്രീയ നയവ്യതിയാനം ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടിൽ കൂടി കണ്ടുപിടിക്കേണ്ട ഒന്നല്ല. അത് PM സുരേഷ് ബാബുവിനുള്ളൊരു മറുപടിയാണ്. എന്താണ് രാഷ്ട്രീയ നയവ്യതിയാനം? ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൽ കൂടി കണ്ടുപിടിക്കേണ്ടതല്ല എന്ന് പറഞ്ഞാൽ ഇത് അന്വേഷിക്കേണ്ടത് DGP അല്ല. ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള വിഷയം സാങ്കേതികമല്ല, രാഷ്ട്രീയ നയവ്യതിയാനമാണ്. എന്നിട്ട് അയാൾ പറയുന്നതാണ് രാഷ്ട്രീയ ബോധ്യമാണ് ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ ഞങ്ങൾ മനസ്സിലാവുന്നത് രാഷ്ട്രീയ ബോധ്യം പിണറായി വിജയൻ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അവസാനമായിട്ടുള്ള സെൻറ്റൻസ് പ്രത്യേകം കേൾക്കണം. വൈകിയ നീതി നിഷേധിക്കപ്പെട്ട നീതിയാണെന്ന ആപ്തവാക്യം ജുഡീഷ്യറിക്ക് മാത്രമല്ല സർക്കാരിനും മുന്നണിക്കും ബാധകമാണ് എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറയുന്നത് ഇത് രാഷ്ട്രീയ നയവ്യതിയാനമാണ്, ഇത് ബോധ്യത്തിൻ്റെ പ്രശ്നമാണ്, ഇത് ഒരു നിമിഷം പോലും ദ ഏർലിയർ ദ ബെറ്റർ ഇയാളെ ചുമന്ന് മാറ്റിക്കൊള്ളണമെന്നാണ് പറയുന്നത്. ലാസ്റ്റ് സെൻറ്റൻസ് എന്താണ്?
ലാസ്റ്റ് സെൻറ്റൻസ്, ഇടതുപക്ഷ രാഷ്ട്രീയ നയസമീപനങ്ങൾ ജനങ്ങളിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാവരുത്. ഇതാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയലേശമന്യേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ രണ്ടാം പാർട്ടിയായിട്ടുള്ള CPIയുടെ സമുന്നത നേതാവും ദേശീയ കൗൺസിൽ അംഗവുമായിട്ടുള്ള K. പ്രകാശ് ബാബു പറഞ്ഞിട്ടുള്ളത്. ഈ സൂചന, ഈ സന്ദേശം, ഇത് കോമൺ സെൻസ് ഉള്ള ആളാണെങ്കിൽ പിണറായി വിജയൻ്റെ തലയ്ക്കകത്തേക്ക് കയറും. ആ ലേഖനമുണ്ടാക്കിയ പ്രത്യാഘാതത്തിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയന് ഒരാഴ്ച അയാളുടെ മേശപ്പുറത്ത് ഈ ഫയൽ ഉണ്ടായിട്ടും ഈ ലേഖനം പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഒരു അണുവിസ്ഫോടനമായിരുന്നു ലേഖനം. ഈ ലേഖനം പൊട്ടിത്തെറിച്ചതിനെ തുടർന്നിട്ടാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഈ ലേഖനത്തിൻ്റെ പ്രത്യാഘാതം എന്നുള്ള നിലയിലാണ് നാളെ ഇയാളെ മാറ്റിയാൽ ആ മാറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇത് ഈ RSS നേതാക്കന്മാരെ പോയി കണ്ട കാര്യം DGP അന്വേഷണ വിഷയമല്ല, അത് രാഷ്ട്രീയ നയവ്യതിയാനമാണ്. അതിനകത്ത് രാഷ്ട്രീയ ബോധ്യമാണ് വേണ്ടത്. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് സംശയം ജനിപ്പിക്കുന്നതായിരിക്കരുത് എന്ന് ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള പ്രകാശ് ബാബു പറഞ്ഞതിൻ്റെ അതിൻ്റെ തുടർ ചലനങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. ആ തുടർ ചലനങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇത്ര മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അല്ല, നാളെ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ? മാറ്റാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ല, മാറ്റാതെ മുന്നോട്ട് പോകാൻ എങ്ങനെ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ADGP ലോ ആൻഡ് ഓർഡർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അന്വേഷണത്തിന്മേൽ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ADGP ലോ ആൻഡ് ഓർഡർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്നത് സംബന്ധിച്ച് അന്വേഷണത്തിൽ ഉത്തരവിട്ടിട്ടും അയാൾ അവിടെ തുടരുകയാണെങ്കിൽ മുഖ്യമന്ത്രിയെ മരപ്പൊട്ടാന്ന് വിളിക്കുന്ന ആളെ നാട്ടിലെ ആളുകൾ. അല്ല ഷാജാൻ, വിളിക്കുന്നാ പറയുന്നത്. ഇതിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണല്ലോ DGP ശുപാർശ ചെയ്തത്, അല്ലേ? അല്ലേ? ആണല്ലോ. കാരണം PV അൻവർ കൊടുത്തിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നുവെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്, അതിനകത്ത് അന്വേഷണം വേണ്ട എന്നും പറഞ്ഞ് കൊടുത്താൽ മതിയായിരുന്നു. അവിടെ ഫയൽ ക്ലോസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അൻവർ എന്ന് പറഞ്ഞ ആള് കളങ്കിതനാണ്. അത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ആള് ഞാനാണ്. പക്ഷേ അൻവർ കടലാസ് പുലി മാത്രമാണ്. അല്ല, അൻവർ കളങ്കിതൻ. അയാൾ പക്ഷേ 14 ആരോപണങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇന്നയാൾ പറഞ്ഞ എന്താ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസിലൊരു ADGP അയാൾ സമാന്തര അന്വേഷണം നടത്തുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞു, ഇവിടെയാണ് കേന്ദ്ര ഗവൺമെൻറ് റോളില്ലെന്ന് ഞാൻ ചോദിച്ചത്. അത് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കുകയാണോ വേണ്ടത്? ഒരു സംസ്ഥാനത്തെ ADGP ലോ ആൻഡ് ഓർഡർ ഒരു സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി സമാന്തര അന്വേഷണം നടത്തുന്നു. അയാളുടെ ഭാര്യയുടെ ബന്ധുക്കളുമായിട്ടുള്ള സംസാരം നടത്തുമ്പം അതിൻ്റെ മറുതലയ്ക്കൽ അധോലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഗുണ്ടയാണ് അയാൾ. കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുമായി ചേർന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നു. ഇനി അയാൾ അൻവർ ഒരു ദിവസം കൊണ്ടുവന്ന അൻവർ മാത്രമല്ല പറയുന്നത്, സുജിത് ദാസും പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അയാൾ ഒരു ദിവസം ഒരു ഓഡിയോ കൊണ്ടുവന്നു. ആ ഓഡിയോയിലുള്ള ഏറ്റവും പ്രസക്ത ഭാഗം എന്താണെന്നറിയോ? ഒരു പോലീസുകാരൻ പറയുന്ന ഓഡിയോയിലുള്ള പ്രസക്ത ഭാഗം, ദുബായിലെ സ്വർണ്ണ ബിസ്ക്കറ്റ് റീറ്റെയിൽ മാർക്കറ്റിൽ നിന്ന് കേരളത്തിലേക്ക് സ്വർണം കൊണ്ടുവരാൻ വേണ്ടി ആര് ദുബായിൽ മേടിച്ചാലും അതിൻ്റെ വിവരം അജിത് സാറിൻ്റെ ആളുകൾ അറിയുമെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ആലോചിച്ച് നോക്കണം. അവിടുത്തെ റീറ്റെയിൽ മാർക്കറ്റിൽ നിന്ന് ഏത് മലയാളി പോയി മേടിച്ചാലും അപ്പോൾ വിവരം അജിത് കുമാറിൻ്റെ എത്തുന്നു. ആരാണ് അജിത് കുമാർ? ഹീ ഈസ് ദി അഡീഷണൽ ഡയറക്ടർ ജനറൽ ലോ ആൻഡ് ഓർഡർ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് കേരള. ഇതിനപ്പുറത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു കൊറിയെങ്കിലും ചോദിക്കാൻ എന്തു വേണം? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ അവസ്ഥയിൽ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഇത് ഇടതുപക്ഷ ഘടകകക്ഷികളുടെ നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള PM സുരേഷ് ബാബുവിന് ഇത് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ.